അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ രക്തച്ചൊരിച്ചിൽ 500 സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന് UN റിപ്പോർട്ട്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. പാകിസ്ഥാനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇവിടെ പുറത്തുവരുന്നത്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷം പുതിയ ആത്യന്തം ഗുരുതര ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ തുടരുന്ന അതിർത്തി ആക്രമണങ്ങളിൽ 500 അഫ്ഗാൻ സാധാരണക്കാർ കൊല്ലപ്പെട്ടതായും 1216 പേർക്ക് പരിക്കേറ്റതായും ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളുമാണ് മരണപ്പെട്ടവരിൽ ഭൂരിഭാഗമെന്നും ഇതോടുകൂടി തന്നെ ഭീകരവിരുദ്ധ നടപടി എന്ന പേരിൽ പാകിസ്ഥാൻ നടത്തുന്നത് സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അത് മാത്രമല്ല, യുണൈറ്റഡ് നേഷൻസ് അസിസ്റ്റൻസ് മിഷൻ ഇൻ അഫ്ഗാനിസ്ഥാൻ അത് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങളാണ് മരണങ്ങളുടെ പ്രധാന കാരണമെന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ പാക്തിയ പ്രവിശ്യയിൽ ജൂൺ 28-ന് നടന്ന ഇരട്ട വ്യോമാക്രമണം വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. ആദ്യം ആക്രമണത്തിന് ശേഷം രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയവരെ അവിടെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ അത്രയും അവരെ എല്ലാവരെയും ലക്ഷ്യമിട്ട് വീണ്ടും വ്യോമാക്രമണം നടത്തിയെന്നതാണ് UN റിപ്പോർട്ടിലെ ഗുരുതര ആരോപണം. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണിതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം പാകിസ്ഥാൻ ഈ ആരോപണങ്ങൾ തള്ളിക്കളയുകയാണ്. ടെഹരിക്ക് താലിബാൻ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുടെ താവളങ്ങൾ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും സാധാരണക്കാരെ ആക്രമിച്ചിട്ടില്ല എന്നതുമാണ് ഇസ്ലാമാബാദിന്റെ വിശദീകരണം. എന്നാൽ അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ ഭരണകൂടം ഈ വാദം പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട്. തങ്ങളുടെ രാജ്യത്ത് ഭീകര ക്യാമ്പുകൾ ഇല്ല എന്നും പാകിസ്ഥാന്റെ വ്യോമാക്രമണം അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തിന്മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമാണ് എന്നും കാബൂൾ ആരോപിക്കുന്നുണ്ട്. ഇതിനിടെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളെയും UN റിപ്പോർട്ട് കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. ഹിജാബ് നിയമം ശരിയായി തന്നെ പാലിച്ചില്ല എന്ന് ആരോപിച്ചുകൊണ്ട് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതും അവിടെ മർദ്ദിക്കുന്നതും തടവിലാക്കുന്നതും അവിടെ തുടരുകയാണ് എന്നും സ്ത്രീകളുടെ അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങൾ വ്യാപകമായി തന്നെ നിഷേധിക്കപ്പെടുകയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരു വശത്ത് പാകിസ്ഥാന്റെ വ്യോമാക്രമണങ്ങളും മറുവശത്ത് താലിബാൻ ഭരണകൂടത്തിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ അഫ്ഗാൻ ജനതയാണ് ഏറ്റവും വലിയ ഇരകളായി മാറുന്നത് എന്നതാണ് UN വിലയിരുത്തൽ. അന്താരാഷ്ട്ര സമൂഹം അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യം പോലും ഇതോടുകൂടി തന്നെ ശക്തമാവുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.